ഒരു കോഡ് ബ്ലോക്കിൻ്റെ പെർഫോമൻസ് ഇളക്കുക എന്ന് പറയുന്നത് നമുക്ക് സ്ഥിരമായിട്ട് വേണ്ടി വരുന്നൊരു മെക്കാനിസമാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ കൺസോളിൽ തന്നെ ഒരു ഫെസിലിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് console.time. ഈ console.time എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു സ്ട്രിങ് ലേബൽ എടുക്കും. സോ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈമറിനെ നമുക്ക് നെയിം ചെയ്യാൻ പറ്റും. സോ console.time എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ വി ആർ നെയിമിങ് എ ടൈമർ നെയിംഡ് spend time fx. സോ ഇത് ഈ കോളോട് കൂടി ഒരു ടൈമർ സ്റ്റാർട്ടാകും അൺടിൽ ദ ടൈം എൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുന്നവരെ. സോ ഇതിനിടയ്ക്ക് നമുക്കൊരു ടൈം ടേക്കിംഗ് കോഡ് ബ്ലോക്ക് ഉണ്ടെന്ന് വെച്ചോളൂ. ഒരു ലൂപ്പോ അല്ലെങ്കിൽ ഒരു ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്ന ഒരു ബ്ലോക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു API കോൾ, എന്ത് തന്നെ ആകട്ടെ, ഈ ടൈം എൻഡെന്ന് വിളിക്കുമ്പോഴത്തേക്കും ഇതിനിടയ്ക്കുള്ള ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിനിടയ്ക്കുള്ള കോഡ് ബ്ലോക്ക് എത്ര സമയമെടുത്തു എന്നുള്ളത് ഔട്ട് ചെയ്യും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ടൈം സ്പെൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ വിളിക്കുകയാണ്. സ്പെൻഡ് ടൈം ഞാൻ 10 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഈ സ്പെൻഡ് ടൈം എഫക്ട്സ് എന്ന് പറയുന്നത് 2 മില്ലി സെക്കൻഡ് ടൈം എടുത്തു, ആ ടൈമർ എൻഡഡ് എന്ന് കാണിക്കുകയാണ്. സോ ഇത് തന്നെ ഞാൻ ഒരു വലിയ നമ്പർ കൊടുക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ഇൻക്രീസിങ് ദ ടൈം ടേക്കിംഗ്. കണ്ടല്ലേ? സോ ഇതുപോലെ നമുക്ക് ടൈമർ യൂസ് ചെയ്യാം. കൺസോൾ ലോഗിങ്ങിനെ എങ്ങനെ കോണ്ടെക്സ്റ്റിലാക്കുക എന്നുള്ളത് നമ്മൾ console.dir എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് ഒന്ന് നോക്കിയായിരുന്നു. സോ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനകത്തുള്ള കുറേ console.logകളെ നമുക്ക് വന്നിട്ട് ഗ്രൂപ്പ് ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ കൺസോളിനകത്ത് അതിനൊരു ഫംഗ്ഷൻ ഉണ്ട്. console.group എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പേര് കൊടുക്കാൻ പറ്റും. ഈ console.group എന്ന് പറയുന്ന ഇത് കൊടുത്തതിന് ശേഷം ഗ്രൂപ്പ് എൻഡ് എന്ന് വിളിക്കുന്നത് വരെ വരുന്ന എല്ലാ കൺസോൾ ഔട്ടുകളും ഈ ഒരു പേരിൽ ഈ ഒരു ഹെഡിങ്ങിനകത്ത് നിൽക്കും. സോ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ console.count spend ഇത് ഞാൻ റൺ ചെയ്ത് നോക്കാം. spend time. ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, oh my god, I did a mistake it seems. ഇവിടെ സ്പെൻഡ് ടൈം ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിനകത്ത് ഇതെല്ലാം കൊളാപ്സ് ചെയ്ത് കാണിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു ഒരു പ്രശ്നം പറ്റിയിരുന്നില്ല. അതായത് ഇത്രയും ഒരുപാട് ലോഗ്സ് ഉള്ളപ്പോൾ ഞാൻ ഒരുപാട് സ്ക്രോൾ ചെയ്ത് പോകേണ്ടി വന്നു അതിൻ്റെ മുകളറ്റം കണ്ടെത്താനായിട്ട്. അതിന് വേറൊരു ഫെസിലിറ്റി കൺസോൾ തന്നെ തരുന്നുണ്ട്. ഗ്രൂപ്പ് കൊളാപ്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡീഫോൾട്ട് ഈ ഗ്രൂപ്പിംഗ് വന്നിട്ട് കൊളാപ്സ്ഡ് ആയിരിക്കും. സ്പെൻഡ് ടൈം ഫംഗ്ഷൻ എന്ന് പറയും. നമുക്ക് വേണമെങ്കിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. സോ ഹൗ ഡു യു ഫൈൻഡ് ദിസ് യൂസ്ഫുൾ? ഐ ഹോപ്പ് ദിസ് ഈസ് എൻ ഓസം തിങ്, റൈറ്റ്? ഇനി console.log ഫാൻസി അല്ല, ഭയങ്കര പ്ലെയിൻ ടെക്സ്റ്റാണ് എന്ന് തോന്നുന്നവർക്കായിട്ട്, കാരണം കുറച്ച് സ്റ്റൈലൈസ് ചെയ്യാനൊക്കെ വകുപ്പുണ്ട്, പക്ഷേ ബെറ്റർ ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ്. സോ ഞാനിങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കണം, പക്ഷേ എനിക്ക് കുറേ കൂടെ സ്റ്റൈൽ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ %c എന്നതിന് ആദ്യം കൊടുത്തിട്ട് അതിനുശേഷം രണ്ടാമത്തെ ആർഗ്യുമെൻ്റായിട്ട് ഒരു സ്റ്റൈൽ ഞാൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒരു കളറ്, ഫോണ്ട് വെയ്റ്റ്, ഫോണ്ട് കളർ, ബോർഡർ, മാർജിൻ, പാഡിങ്, ഇതെല്ലാം കൊടുക്കാൻ പറ്റും. ഫുൾ സ്റ്റൈൽ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റൈൽഡ് ആയിട്ടുള്ളൊരു സാധനം കിട്ടും. ഓക്കെ, ആൻഡ് ഇതുപോലെ നമുക്ക് കൺസോൾ ഫുള്ള് കുപ്പയാക്കി കഴിഞ്ഞാൽ അതിനെ ക്ലിയർ ചെയ്യാനായിട്ട് console.clear എന്നുള്ള ഫംഗ്ഷൻ വിളിച്ചാൽ അത് ക്ലിയർ ആവുകയും ചെയ്യും. ഇതോടുകൂടി ഈ പരിപാടി തീർന്നു. ബൈ.